എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് വാക് സ്തംഭനം. വാക്ക് സ്തംഭനം എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ പറയാൻ പറ്റാതെ വരിക. മുന്നൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിരുന്ന വ്യക്തികളായിരിക്കും, പിന്നീട് നമുക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ വന്നവരുണ്ടെങ്കിൽ അതങ്ങനെ. അതല്ല, നമുക്ക് പൊതുവെ അങ്ങനെയാണെങ്കിൽ ജന്മനാൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, സംസാരിക്കാൻ പറ്റായിക എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ പറയാൻ പറ്റായിക, നമുക്ക് എന്ത് കാര്യത്തിന് തപ്പിപ്പിടുത്തം, ഭയങ്കര ഒരു വിക്കൽ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരവസ്ഥ വരും. നമുക്ക് യഥേഷ്ടം വേണ്ട തരത്തിലുള്ള സംസാര ശക്തിയും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് എവിടെയും വിജയിച്ച് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ജോലിപരമായിട്ടാണെങ്കിലും അതുപോലെ സാമ്പത്തികപരമായിട്ട് എന്ത് തരത്തിലുള്ള ഉയർച്ച നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിലും സർവ്വജനങ്ങളെ ആകർഷിക്കാനും നമ്മൾ ചെയ്യുന്ന ജോലികൾ വിജയിപ്പിക്കണമെങ്കിലും അതൊക്കെ എല്ലാ തരത്തിലും നമുക്ക് വലിയൊരു പങ്ക് നമ്മളെ വാക്കും പ്രവൃത്തിയും തന്നെയാണ്. ആ വാക്കുകൾക്ക് വേണ്ടതായിട്ടുള്ള മൂല്യമില്ലായ്മ വരിക, വേണ്ടതുപോലെ ചിന്തിച്ച് പറയാൻ പറ്റായിക വരിക, വിക്കൽ വരിക, ഇങ്ങനെയൊക്കെ ഉള്ള എന്ത് കാര്യം മാറുന്നത്, അത് കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ ഏത് തരത്തിലുള്ളതും മാറും. പിന്നെ മറ്റൊന്ന് ഓർമ്മക്കുറവ്, ബുദ്ധിമാന്ദ്യം. നമുക്ക് ഓർമ്മക്കുറവ് വളരെ ഒരു ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പല സാധനം എടുത്തെടുത്ത് വെച്ച് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തപ്പിൻ തെരഞ്ഞു നടക്കേണ്ടി വരുന്നതാണ് ഈ ഓർമ്മക്കുറവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പറഞ്ഞത് എന്താ ചെയ്തത് എന്താന്നുള്ള ഓർമ്മ മറവി ഒക്കെ ഉള്ളത് ഭയങ്കര ആപത്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കുട്ടികൾക്കായിക്കോട്ടെ വലിയവരായിക്കോട്ടെ പ്രായമുള്ളവർക്കായിക്കോട്ടെ. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിപൂർണമായിട്ടും ഫലം കിട്ടുന്ന ഒന്നാണ് സാരസ്വത ചൂർണം. ഏതൊരു തരത്തിലുള്ള കുട്ടികൾക്കും നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊക്കെ. ഈ സാരസ്വതം അത് വാക്ക്, ബുദ്ധി, ജ്ഞാനം, അറിവ് എല്ലതും ഇതിൽ പെടും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ഒരു ഓർമ്മക്കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളത് ഋഷീശ്വരന്മാർ വൈദ്യത്തിനും മാന്ത്രികപരമായിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. മന്ത്ര, യന്ത്ര, ഔഷധസ്ത്ര ശാസ്ത്രാണി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മന്ത്രത്തിൻ്റെയും യന്ത്രത്തിൻ്റെയും ഔഷധത്തിൻ്റെയും ഒക്കെ ആ പ്രകമ്പനം കൊണ്ട് നമുക്ക് ബോധോദയം ഉണ്ടാവാനും ബുദ്ധി വികസിക്കാനും കഴിവുകൾ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് യോഗീശ്വരന്മാർ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഔഷധം എന്താ ആദ്യം ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ സേവിച്ചാൽ പരിപൂർണമായിട്ടും നമുക്ക് ബുദ്ധിയുടെയും വാക്കിൻ്റെയും വിക്കൽ, സംസാര കഴിവുകൾ നമുക്ക് മറ്റൊരാളുമായിട്ട് വേണ്ട നേരത്ത് വേണ്ട തന്നെ ചെറുത്ത് നിന്ന് വിജയിക്കാൻ തന്നെ, സംസാരിച്ച് വിജയിക്കാൻ തന്നെ അത്യുത്തമമായിട്ടുള്ള ഒന്നാണ് ഈ ചൂർണം. ആ ചൂർണത്തിൻ്റെ സമത്തുക്കളാണ് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ഔഷധ കൂട്ടുകളാണ് ഇപ്പോൾ പറയുന്നത്. അത് നമ്മൾ ഈ പറയുന്ന യോഗപ്രകാരം നിങ്ങൾ ചെയ്ത് തയ്യാറാക്കി ഈ ജപിച്ച് കഴിച്ചാൽ ഈ പ്രശ്നം ഇവിടം കൊണ്ട് തന്നെ തീരുമെന്നുള്ളതിൽ സംശയമില്ല. ചുക്ക്, അയമോദകം, മഞ്ഞൾ, മരമഞ്ഞൾ, ഇന്ദുപ്പ്, വയമ്പ്, ഇരട്ടി മധുരം, കൊട്ടം, കടുക്ക, ഈ സാധനങ്ങളൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മൾ അരിച്ച് ശീലത്തരി പോലുള്ള നൈസ് പൗഡറാക്കി വെച്ച് നമ്മൾ ആ ഇതിൽ നോക്കിയിട്ട് വേണം, നമ്മളതിന് ആ പൊടിയിൽ നോക്കിയിട്ട് വേണം എന്ത്, ഓം സം സരസ്വതീ നമ, ഓം സം സരസ്വതീ നമ, ഓം സം സരസ്വതീ നമ എന്ന മന്ത്രം ജപിച്ച് 1008 തവണ ജപിക്കുക. ജപിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് വേണം, 1 ടീസ്പൂൺ തേനിൽ ചാലിച്ച് രാവിലെ കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദിവസം നമ്മൾ 108 തവണ വീതം ജപിക്കും കൂടി ചെയ്യുക ഈ മന്ത്രം. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക. ഈ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉണ്ടാവുക, വളരെയധികം ഉണ്ടായിരുന്ന വിക്കലുകൾ മാറും, സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും, ഓർമ്മക്കുറവ് മാറും, എല്ലാം അങ്ങനെ എന്തൊക്കെ നമ്മുടെ ഒരു ബുദ്ധിമാന്ദ്യപരമായിട്ട് നമുക്ക് വിദ്യയിലും ജ്ഞാനത്തിലും അറിവിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറി പരിപൂർണമായിട്ട് ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വ്രതമെടുക്കാൻ, ചില മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രായോഗികമായിട്ട് പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഔഷധത്തിൻ്റെ ഗുണമെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് ഇതുപോലുള്ള നമ്മളെല്ലാവരുടെയും മുന്നിൽ തോറ്റുപോവുക, സംസാരിച്ച് പിന്നാക്കം നമുക്ക് തോറ്റു പോകേണ്ടി വരുന്നവരൊക്കെ ആരുടെ മുന്നിലും സംസാരിച്ച് ജയിക്കാനുള്ള കഴിവ് ഈ മരുന്നുകൊണ്ടും മന്ത്രം കൊണ്ടും നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതുപോലുള്ള വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.